എല്ലാവർക്കും പ്രിയ തട്ടിക്കൂട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ചിക്കൻ ലെഗ് പീസ് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഉള്ളത് 3 മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് ഒന്ന് ആദ്യം അടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ഞാൻ ഈ മുട്ടയുടെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ ചിക്കൻ പീസസൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം. എന്നാലാണ് അതിലേക്കൊക്കെ നന്നായിട്ട് ഈ ഫ്ലേവറൊക്കെ പിടിച്ചു വരുള്ളൂ. ഇനി ഉപ്പ് നോക്കിയിട്ട് മാത്രം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക. കാരണം നമ്മുടെ മാഗിയുടെ ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ചിക്കനിലേക്കൊക്കെ ആ ഫ്ലേവർ പിടിച്ചു കിട്ടും. ഇനി ഇത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഇത് ബേക്കിംഗ് പൗഡറാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ കഷ്ണമായിട്ട് മുക്കിയെടുത്തിട്ട് വറുക്കുക. പക്ഷേ ഇത് വറുക്കണ സമയത്ത് നമ്മൾ ആ വറുക്കണ നേരത്ത് മാത്രമേ ഇത് ഡിപ്പ് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് അത് ഒട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ പാടില്ല. നമ്മൾ ആ വറുത്ത് ഈ മുക്കിയ അപ്പം തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടണം. പിന്നെ എണ്ണയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഒരേപോലെയുള്ള ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ കഷ്ണങ്ങൾ ഇടുമ്പോൾ എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പാടില്ല. എപ്പോഴും ഒരേ ചൂട് തന്നെ നിലനിർത്തിയിട്ട് വേണം അത് ഇടാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമുക്ക് ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അതേ നമ്മുടെ ചിക്കൻ പീസസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഫ്ലേക്സ് പോലെ വരുന്നത്. അത് ആ ഒരേപോലെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചിക്കൻ പീസസൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മീഡിയംന്ന് കുറച്ച് കൂട്ടിയിട്ട് ഫ്ലെയിം വയ്ക്കുക. അത് കഴിഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊക്കെ കോരി മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.